നമസ്കാരം. ആനുകാലികത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പറഞ്ഞതുപോലെ വലിയ വലിയ ആളുകളും അവർക്കുള്ള പങ്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവർ അന്വേഷണ സംഘം തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 2 ദിവസം ബാംഗ്ലൂരിലായിട്ട് ഈ പറയുന്ന ജ്വല്ലറിയിലും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവിടുത്തെ ഒരു ഫ്ലാറ്റിലും അവിടെ ഒരു അധോലോകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും കൂടുതൽ വിവരങ്ങളും കുറേ തെളിവുകളും ഈ പറഞ്ഞ സ്വർണ്ണ കട്ടികളൊക്കെ തന്നെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് മാത്രമല്ല, ബംഗളൂരുവിലും ചെന്നൈയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷിച്ച് SIT ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ആളുടെ ഒരു അധോലോകം തന്നെയാണ് ഈ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ അത് കാണാൻ സാധിച്ചത്. അധോലോകം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ സിനിമയിലൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അയാളുടെ ഒരു പ്രത്യേക ലോകമാണത്. ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇടപാടുകൾ, പലിശ ഇടപാടുകൾ, മാത്രമല്ല ഈ പറയുന്ന നിരവധി ഇടപാടുകൾ കാണാൻ സാധിച്ചു. കോടികളുടെ, അത് ചെറിയ ഒരു മീനൊന്നും അല്ല. ഈ പറയുന്ന കോടികളുടെ ബിനാമി ഇടപാടുകളും ഭൂമി ഇടപാടുകളും ഒക്കെയാണ് ഒരുപക്ഷെ SITക്ക് കണ്ടെത്താനായത്. സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തി, സ്വർണം കണ്ടെത്തി. ഒപ്പം തന്നെ പറയുന്ന ചില വസ്തുതകൾ കൂടി, അതായത് ഒരു മലയാളി വ്യവസായി കൂടി ഉൾപ്പെടുന്ന അയാളുടെ ഒരു വലം കൈയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്വർണ്ണ വ്യാപാരിയായ മലയാളി വ്യവസായി ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ മറ്റൊരു തെളിവായിട്ട് SITക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് ആ മലയാളി വ്യവസായിയെ ഈ പറയുന്ന ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോകാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ അതിനും കാരണമുണ്ട്. കാരണം ഇയാൾക്കെതിരെ ആരും പരാതിപ്പെടാൻ ധൈര്യമില്ല എന്നുള്ളത്. ഒരു പക്ഷേ മന്ത്രിതലത്തിലൊക്കെ നല്ല പിടിപാടുള്ള ഒരു വ്യക്തിയായിരിക്കാം. മലയാളി വ്യവസായിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു വലിയ ഒരു അധോലോകം തന്നെ പോറ്റിക്ക് ചുറ്റുമുണ്ട്. സിനിമാ പ്രവർത്തകർ, വൻകിട വ്യവസായികൾ, ഈ മലയാളി വ്യവസായി ഇല്ലാതെ തന്നെ മറ്റുള്ള പല വ്യവസായ സാമ്രാജ്യത്തിലെ വമ്പന്മാരും ഒക്കെ ആയിട്ടാണ് പോറ്റിക്ക് ഇടപാട്. അപ്പം ഈ പറയുന്ന നമ്മൾ കാര്യമായിട്ടുള്ള ചെറിയ ആ ഒരു വീടും ചില 1 കോടിയുടെയോ അല്ലെങ്കിൽ ഒക്കെ കുറച്ച് വസ്തു ഇടപാടുകൾ മാത്രമേ അവിടെ നിന്ന് കണ്ടെടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരും ചെന്നൈയിലുമുള്ള ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്കുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോയപ്പോഴാണ് വമ്പൻ പദ്ധതികളും വമ്പൻ ഇടപാടുകളും നടത്തുന്നു എന്നുള്ളൊരു കാര്യം. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ്. 2ാമത്തെ ഭാര്യയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. ആദ്യ ഭാര്യയുടെ ഒരു ദുരൂഹ മരണമാണ് എന്നുള്ളത്, അസ്വാഭാവിക മരണം എന്നുള്ളതാണ്. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ശ്രീരാംപുര ക്ഷേത്ര ജോലിയാണ് അന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. 2007 ഈ പോറ്റി ആ കാലഘട്ടത്തിൽ അവിടുത്തെ ക്ഷേത്രത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താവാൻ തന്നെ കാരണം ഈ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഒരുപക്ഷെ വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നപ്പോഴാണ്. അവർ നല്ലൊരു സ്ത്രീയായിരുന്നു, എല്ലാവരുമായിട്ടൊക്കെ സഹകരിക്കുന്ന നല്ലൊരു സ്ത്രീയൊക്കെ ആയിരുന്നു. പെട്ടെന്നാണ് ഇവരുടെ ഒരു മരണ വാർത്ത ഒരുപക്ഷെ അറിഞ്ഞത്. അതിൻ്റെ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT കിടക്കുകയാണ്. എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ളത്. അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് എഴുതി തള്ളിയത് എന്തിൻ്റെ പുറത്താണ്? അന്ന് പണമുണ്ടെങ്കിൽ എന്തും മാറ്റി എഴുതാം എന്നുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങൾ ഈ ഭാര്യയുടെ മരണത്തിലുണ്ടോ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, പോറ്റിക്ക് ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ വമ്പന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇതിൽ എന്താണ് ഭാര്യയ്ക്കുള്ള, ആദ്യ ഭാര്യയ്ക്ക് അതിലെന്താണ് പങ്കുള്ളത്? അതോ അതിൻ്റെ എതിർപ്പ് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം മരണപ്പെട്ടത് എങ്ങനെയാണ്? അസ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിഴലിക്കുന്നത് എന്നൊക്കെയുള്ള അന്വേഷണം ഇപ്പോൾ SIT കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇടപാടുകൾ ഒരുപക്ഷെ ഇല്ല കടൽ പോലെയാണ് കിടക്കുന്നത് എന്നാണ് ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മനസ്സിലാവുന്നത്. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഒരു വൻ സാമ്രാജ്യം തന്നെ പോറ്റി തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ശ്രീരാംപുരയിൽ അദ്ദേഹം ഏകദേശം 20 വർഷമാണ് താമസിച്ചിരുന്നത്. അവിടെ സ്വന്തം നാട് പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന നാട്ടുകാരുടെയൊക്കെ ഇടയിൽ നല്ല പോറ്റി, നല്ല പരിവേഷമൊക്കെയാണ്. പക്ഷെ പിന്നീട് ഈ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പോറ്റിയും നാട്ടുകാർ ഈ ക്ഷേത്രവുമായിട്ട് അകലാനും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാനും ഒക്കെ കാരണമായത്. പിന്നീടാണ് ഈ ഒരു മരണത്തിന് ശേഷമാണ് പിന്നീട് 2004 വീണ്ടും ഫ്ലാറ്റിലേക്ക് താമസം മാറുക
മാറുമായിരുന്നത്. കൊത്തേരി മാൻഷൽ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലേക്കാണ് ഈ ഒരു വീട്ടിൽ നിന്നും ആ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. ഈ ഭാര്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടാണ് അദ്ദേഹം രണ്ടാമത് ഈ പോറ്റി വിവാഹം കഴിച്ചത്. അപ്പോൾ 2007 പിന്നീട് ശബരിമലയിലേക്ക് എത്തുന്നത്. 2007 ശബരിമല എത്തുന്നു. 2004 ഈ പറയുന്ന ശ്രീരാംപുരയിൽ അവിടെ 20 വർഷത്തോളം, അതിന് മുന്നേ ഉള്ള 20 വർഷത്തോളം ഈ പറയുന്ന ആ ഒരു നാട്ടുകാരനായിട്ട് കഴിഞ്ഞുകൂടുന്നു. പിന്നീട് ഭാര്യ മരിക്കുന്നു. അവിടെ അടുത്തൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നു. 2007 ശബരിമല എത്തുന്നു. തുടർന്ന് ഉള്ള വിവാഹം. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇവിടെ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കുന്നു. പക്ഷേ ബംഗളൂരുവിലും മറ്റിടത്തും ആ ബിസിനസ് ഇടപാടുകൾ തുറന്നു കൊണ്ടുപോകുന്നു. ഇതാണ് പക്ഷേ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ SIT കിട്ടിയിട്ടുള്ള ഇത്. പിന്നെ ഇനി അന്വേഷിക്കേണ്ടുന്നത് ഈ ഇടപാടുകളെല്ലാം തന്നെ തൂത്തുവാരി തൂക്കിയിട്ടുണ്ട് SIT. അപ്പോൾ ഓരോ ഇടപാടുകൾ ആരൊക്കെ വഴി, എന്തൊക്കെ വഴി, സിനിമാ മേഖലയിലുള്ള പ്രമുഖ വ്യക്തികളുണ്ട്, വ്യവസായികളുണ്ട്. അപ്പോൾ ഇവരിലേക്കൊക്കെ ഇനി പോകേണ്ടതായിട്ടുണ്ട്. സ്വർണം ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 2019 സ്വർണം ഇത്രയും നാള് 6-7 വർഷം സൂക്ഷിക്കുന്നു എന്നുള്ളത്, അത് ഒരു ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു എന്നുള്ളത്. കാരണം SIT അന്വേഷണം ഇനി വരുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ. അതുമാത്രമല്ല, അവിടെ വേറെ സ്വർണ്ണമൊന്നുമില്ല, ഈ ഒരു സ്വർണ്ണം മാത്രമേ ഉള്ളൂ. ആ ജ്വല്ലറി അധികം പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു നിലയിലാണ് കാണുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ വളരെ ദുരൂഹതയുണ്ട്. അത് ഒരു പക്ഷെ പോറ്റി കൊടുത്തതായിരിക്കാം. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് റെയ്ഡ് വരുമ്പോൾ അത് കാണിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള നേരത്തെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം. ഇനി അതോ പോറ്റിയിലേക്ക് മാത്രമാണോ ഒതുങ്ങുക? ഇപ്പൊ ഈ ഒരു അന്വേഷണമൊക്കെ കാണുമ്പോൾ പോറ്റിയിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങുന്നത് പോലെ. ശബരിമല വിഷയം മാറി ഇപ്പൊ പോറ്റിയുടെ ദുരൂഹ സാഹചര്യങ്ങളിലേക്കും ഈ ഭാര്യയുടെ ദുരൂഹ മരണത്തിലേക്കും ഒക്കെ അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു പക്ഷെ വേണം. ഒപ്പം തന്നെ ഇതിന്റെ ശബരിമലയിലെ മറ്റുള്ള വമ്പൻ മീനുകളെയും പിടിക്കേണ്ടതായിരിക്കുന്നു. ഇപ്പം M പത്മകുമാർ പറഞ്ഞ 2007 ബംഗളൂരിലെ ഈ ജലഹള്ളിയിലെ അയ്യപ്പക്ഷേത്രം, ജലഹള്ളി അയ്യപ്പക്ഷേത്രം എന്ന് പറയുന്ന അയ്യപ്പക്ഷേത്രം രണ്ടാം ശബരിമല എന്നുള്ള രീതിയിലാണ് ജലഹള്ളി അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലെ ആണ് ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ഉള്ളത് എന്നുള്ള രീതിയിൽ പത്മകുമാർ ഒരു വിമർശനം നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് തന്ത്രി കണ്ഠരര് രാജീവരാണ് 2007 മുതൽ ഈ ജലഹള്ളിയിൽ തന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ഠരരാണ് ജലഹള്ളിയിൽ നിന്നും ആരെ കൊണ്ടുവന്നത് ശബരിമലയിലേക്ക് പോറ്റി അയച്ചിരിക്കുന്നത്. അപ്പം ഗോഡ് ഫാദർ ഇനി തന്ത്രി കണ്ഠരരാണോ അതോ മറ്റേതെങ്കിലും ഗോഡ് ഫാദർ ആണോ എന്നുള്ളത് അറിയില്ല. തന്ത്രി വഴിയാണ് ഏതായാലും പോറ്റി ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് പത്മകുമാർ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ജലഹള്ളിയിലെ മുൻ തന്ത്രി അപ്പോഴും പോറ്റി ഈ പറയുന്ന കണ്ഠരരായിരുന്നു. പക്ഷെ പോറ്റിയും ഈ കണ്ഠരരുടെ കൂടെ ഉണ്ടായിരുന്നു, ഈ രാജീവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ ശ്രീരാംപുരയിൽ തന്നെയാണ് ഈ പോറ്റി താമസിച്ചിരുന്നത്. ശ്രീരാംപുര ഒരു സ്വന്തം നാട് പോലെ അങ്ങ് കരുതി 10-20 കൊല്ലം താമസിച്ചിരുന്നു. പിന്നീട് ഈ ജലഹള്ളിയിലും ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശിയ ആ ശ്രീകോവിലിൻ്റെ സ്വർണം പൂശിയ പാളി ആരാണ് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്? ഈ നമ്മുടെ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏറ്റെടുത്തത്. അതും ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വഴിയാണ് അതും ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ മൊത്തത്തിൽ ഈ ക്ഷേത്രവും മറ്റ് ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ മൊത്തത്തിൽ തൂത്തുവാരി സ്പോൺസർഷിപ്പിലൂടെ ആദ്യം കയറി വരുന്നു. പിന്നീട് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക്, റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ കടക്കുന്ന പോറ്റിയാണ് കാണാൻ പറ്റുക. അതായത് ഞൊടിയിട നേരം കൊണ്ട് വളർന്ന് പന്തലിച്ച് വലിയൊരു അധോലോകം നിർമ്മിച്ച പോറ്റി. ഒരു പക്ഷേ നമുക്കൊക്കെ സിനിമയിലെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും, പക്ഷേ റിയൽ ലൈഫിൽ ഇത്രത്തോളം ഒക്കെ ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. രമേശ് റാവുവും ഭാര്യയൊക്കെ പേരിൽ ഇദ്ദേഹം കുറേ ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നിപ്പോൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ഭാര്യയുടെയൊക്കെ പുറകെ, അതായത് അവരെയൊക്കെ ബിനാമിയാക്കിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും പോറ്റിയുടെ ഒരു കരുത്ത് ബംഗളൂരിലുള്ള സ്വർണ്ണ വ്യാപാരിയൊക്കെയാണ്. അപ്പോൾ റിയൽ ഗോഡ് ഫാദർ ഇനി കണ്ഠരര് ഈ രാജീവരാണോ എന്നുള്ളത് അറിയില്ല. ഒരുപക്ഷെ കണ്ഠരര് രാജീവര് ചെറിയ മോഷണത്തിന് വേണ്ടി, അല്ലെ ചെറിയ എന്തെങ്കിലും കള്ളത്തരത്തിനൊക്കെ
വേണ്ടി ശബരിമലയിൽ അയച്ചതായിരിക്കാം. പക്ഷേ രാജീവരുടെ പിടിവിട്ട് പോറ്റി പറന്നുയർന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇതിൽ നിന്ന് വരുന്നത്. ഏതായാലും പോറ്റി പറന്നുയർന്നു. ഇതിനിടയിൽ ഈ പറയുന്ന ശബരിമല വിഷയം അങ്ങ് മുങ്ങി പോറ്റിയിലേക്ക് മാത്രം SIT ശ്രദ്ധ തിരിക്കുന്നോ എന്നൊരു ചോദ്യം കൂടി ജനം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ വിഷയം പോറ്റിയിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അപ്പോഴത്തെ ഇപ്പം മുരാരി ബാബുവിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന വാസുവിലേക്കും ഒക്കെ മാത്രം തിരിഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണോ ശബരിമല വിഷയം എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഇപ്പം മുരാരി ബാബുവോ വാസുവോ മാത്രം പ്രയോഗിച്ചിട്ട് കാര്യമില്ല, അവരെ മാത്രം പ്രതികളാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവർ 3 പേരും കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതും വർഷങ്ങളായിട്ടുള്ള കാര്യം. കാരണം മാറി വരുന്ന ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം വിജിലൻസ്, ഇതൊക്കെ നിരവധി ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്നുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തി കണ്ണ് വെട്ടിച്ചൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ, മുന്നിലുള്ള ആൾക്കാർ, മുകളിലുള്ള ആൾക്കാർ, ഇതെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോറ്റിയിലേക്ക് മാത്രം ഇപ്പോൾ SITയുടെ ശ്രദ്ധ പോകുന്നത് എന്തിനെന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ശബരിമലയിലോട്ടുള്ള ഒരു തെളിവെടുപ്പാണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ എന്ന് ഏതെന്നൊന്നും അറിയില്ല. അടുത്തതായിട്ട് ഇനി ശബരിമലയിലേക്ക് ഒരു തെളിവെടുപ്പിന് എത്തുമെന്നാണ് പറയുന്നത്. ഏതായാലും നിലവിലുള്ള സ്വർണ്ണവാതിലും ഈ പറയുന്ന ദ്വാരപാലക ശില്പവും ഒറിജിനൽ അല്ല. ആ പഴയത് എവിടെയെന്ന് ഒരു അന്വേഷണം ഇനിയിപ്പോൾ വേണം. അപ്പോൾ അത് എങ്ങനെയാണ്, വേറെ സ്ട്രോങ് റൂമിലെങ്ങനെ പഴയത് വെച്ചിട്ടുണ്ടോ, എവിടെയാണ്, മറ്റെവിടെങ്കിലും വെച്ചിട്ടുണ്ടോ, ഇതെന്തായാലും ഈ പാളി എന്തായാലും ചവിട്ടിക്കൂട്ടി അത് ഉരുക്കിയൊന്നും കളയത്തില്ല. അത് പഴയത് എവിടെയോ ആർക്കോ കൊടുത്തിട്ടുണ്ട്. അത് ഇനി പോറ്റിയുടെ വായിൽ നിന്ന് വരണം. അത് ആരുടെ, ഏത് വ്യവസായിയുടെ കൈകളിലാണ് ഇതുള്ളത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ വ്യവസായിക്കൊക്കെ വേണ്ടിയിട്ട് ശബരിമലയിൽ നിരവധി ഈ പൂജകളും ഇതൊക്കെ ഈ നിരവധി വഴിപാടുകളൊക്കെ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വ്യവസായിയൊക്കെ പിടിച്ച് നന്നായിട്ട് കുടഞ്ഞ് ചോദ്യം ചെയ്തെങ്കിലും കൂടും. പക്ഷേ ഈ വ്യവസായിക്കെതിരെ ആരും തന്നെ ഒരു പരാതി പോലും പരാതി കൊടുക്കാതെ ഈ പറയുന്നോണം SITക്ക് വെറുതെ നിൽക്കുന്ന ഒരാളെ പിടിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ പോറ്റി കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരോ മറ്റൊന്നും പറയുന്നതുമില്ല. അപ്പം അതിലേക്കൊക്കെ പല രീതിയിലും വിരൽ ചൂണ്ടും. ഇപ്പം മുരാരി ബാബുവിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. അയാളൊരു വലിയ രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ആളിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരുങ്ങലിലാണ്. എന്ത് ചെയ്യണമെന്ന് കൈവിട്ട് പിടിവിട്ട് പോയി എന്നുള്ളതാണ്. തേക്കും കൊട്ടാരമൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുന്ന കള്ളൻ എന്ന് പറയാൻ പറ്റില്ല, അതുക്കും മേതെ ഒരു മൂത്ത കള്ളൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കട്ടുമുടിച്ച് അയ്യപ്പനെ കട്ടുമുടിച്ചത് ഇവരിലേക്ക് മാത്രമല്ല, ഇതിൻ്റെ വിഹിതങ്ങൾ ആരൊക്കെ കൈപ്പറ്റി എന്നുള്ളതും കൂടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ശബരിമലയിലേക്ക് പോറ്റിയെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ഇനി പോറ്റി പറയും, ആ പഴയ പാളി ഏത് വമ്പന് കൊടുത്തു എന്നുള്ളത്, ഇനി ഇവിടെ എന്നൊക്കെ മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ പോറ്റിയിൽ നിന്ന് കിട്ടും. അതേസമയം മുരാരി ബാബുവിന് ശബരിമല കേസ് മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ മുരാരി ബാബു ഈ പറയുന്ന പടുകുഴിയിലേക്ക് വീണു എന്നർത്ഥം. അപ്പം അതും ഇനിയിപ്പം മുരാരി ബാബുവിനുമായിട്ടും തെളിവെടുപ്പൊക്കെ നടത്തുമ്പം ചില കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പോറ്റിയുടെ കൂട്ടത്തിലല്ല മുരാരി ബാബുവിനെ ആദ്യം ചോദ്യം ചെയ്തത്. അതായത് ഒറ്റയ്ക്കാണ് ചോദ്യം ചെയ്തത്. ചിലപ്പോൾ ഇവർ ഈ ചില ഇതൊക്കെ കാണിക്കാറുണ്ട്, പോറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പം ഇവർ ഉദ്ദേശിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് വന്ന സംഗതിയൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അങ്ങനെ പലതിൽ നിന്നും കിട്ടിയതാണ് SITക്ക് ഈ ഒരു പല കാര്യങ്ങളും. അപ്പോൾ ഏതായാലും നല്ല രീതിയിലൊക്കെ അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നു. ഇവരിലേക്ക് മാത്രം ഒതുങ്ങി ഇവരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ജയിലിലടച്ച് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതല്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന വമ്പൻ ശക്തികളുണ്ട്. ആർക്കൊക്കെ കൊടുത്തു ഇടപാട് എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ വീഴുമെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.